പണിക്കർ തോക്കരുത്. ഡിപ്പാർട്ട്മെന്റ് തോറ്റെഴുതിത്തള്ളിയ 100 കേസ് കെട്ടുകളിൽ മറ്റൊരു പഴങ്കടലാസായി ചെതറിച്ചു പോകരുത് എന്റെ കാളിയാറച്ചന്റെ ചോരപ്പാടുകൾ. ഇല്ല സർ, ഒരിക്കലും ഉണ്ടാവില്ല. തന്റെ ജയം കാണാൻ ഞാൻ ഉണ്ടാവില്ലടോ. ആയുസിനെ അധികമില്ലെന്ന് അകത്ത് നിന്ന് ആരും മന്ത്രിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി. സ്റ്റോപ്പ് ജോക്കിംഗ് സർ. എല്ലാ തീക്കണ്ണുകളും ഇപ്പൊ എന്റെ നേർക്കാടൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ജമാൽ സർ, പത്രോ സാറിന് ഉടനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റണം സർ. സാറിന് ചുറ്റും എപ്പോഴും നമ്മുടെ ആളുകൾ ഉണ്ടാവും. പത്രോ സാറിന് മാത്രമല്ല, ഈ വാർണിംഗ് നമുക്കും ബാധകമാണ് സർ. യെസ്, ഇനിയും നമ്മുടെ കാക്കയിൽ ചോരപ്പാടുകൾ വീഴും. നമ്മൾ അടുത്തെത്തിയെന്ന് ആരൊക്കെയോ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരുങ്ങിക്കോ. നിനക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. ഞാനാടാ കാർലോസ്. എവിടെ നിന്നാണെന്നോ നിന്റെയൊക്കെ പാപങ്ങൾ ഏറ്റുവാങ്ങി തൂക്കുകാരന്റെ ചോട്ടിൽ നിൽക്കുവാടാ. നീയും നിന്റെ അച്ചായനും എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ നടന്നൊക്കെ തുറന്നു പറയാൻ എനിക്ക് 1 മിനിറ്റ് മതി. തുറക്കാം. (9846050010) കർത്താവേ, ട്രേസേഴ്സ് നമ്പർ. വാതിൽ ലോക്കഡാണ് സർ. അകത്താരും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, കം ഓൺ, ലെറ്റ് us go. ഈ പട്ടാപ്പകൽ വെടിയും പൊട്ടിച്ച് പൂട്ട് പൊളിച്ച് നമ്മൾ ഇതിന്റെ അകത്ത് കടന്നിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവള് പൊട്ടിയായിരിക്കും. പൊട്ടിയായിരിക്കും. പോലീസിന്റെ പൊട്ട കളിപ്പിക്കുന്നോടി. ഞങ്ങളെ മുട്ടി വിളിച്ചപ്പോ തന്നെ കാത് കാഞ്ഞനോട്ടത്ത് കൊടുത്തിട്ട് പോയിരുന്നു. സ്റ്റീഫനോടെ സ്റ്റീഫൻ സാർ ഇവിടെ ഇല്ല. എവിടെ പോയി?
കാലത്ത് വെളിയിൽ പോയതാ. കാലത്ത് വിളിക്ക് പോയി പറയ് സ്റ്റീഫനോട് എന്ന്. എനിക്ക് അറിയത്തില്ല സാറേ. പക്ഷെ ഞങ്ങൾക്കറിയണം. എനിക്കറിയില്ല സാറേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ ആ സുവിശേഷ വായനക്കാരിയല്ലേടി? ജമാലെ സർ. അൻവറെ, രണ്ടും ഒരമ്മ പറ്റ മക്കളാണ്. ഇറ്റ് ലുക്ക് സിമിലർ സർ. ഇതിങ്ങനെ ഉമ്മ ഒന്നാണെങ്കിൽ പിന്നെ വാപ്പ സ്റ്റീഫൻ തന്നെ ആയിരിക്കില്ലേ? ആവണമല്ലോ ജമാലേ. നീയും സ്റ്റീഫനും തമ്മിൽ ഞാനും സ്റ്റീഫൻ സാറും തമ്മിൽ നാറുന്ന ബന്ധമാണെങ്കിൽ നീ പറയണ്ട. സിസ്റ്റർ അമല കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി ക്ലാരറ്റ് എന്തിനാ മടത്തിപ്പോയി കിടന്നത്? ക്ലാരിനെറ്റ് ഊതിക്കാണിക്കാനുള്ള കാര്യം പറയടി. പരിപ്പിലുള്ള കറിയാച്ച മുതലാളി കേനക്കേട് വന്നപ്പോ ഞങ്ങളെ വായിക്കാനായി വിളിപ്പിച്ചു. എങ്ങനെ അവിടെ വായിച്ചോണ്ട് നിൽക്കുമ്പോഴാ സ്റ്റീഫൻ സാർ എന്നോട് വന്ന് പറഞ്ഞത്, കൂട്ടാത്തികളെ കൂട്ടി നീ ഇന്ന് രാത്രി മഠത്തിലേക്ക് ചെല്ലണോന്ന്. എന്തിന്? അന്ന് രാത്രി 2 മണിയാവുമ്പോ മഠത്തിന്റെ ഗേറ്റ് തുറന്നു വെക്കണമെന്ന് സാർ എന്നോട് പറഞ്ഞു. ഓ, എന്നിട്ട് എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ മദറിന്റെ മുറി കയറി ഗേറ്റിന്റെ താക്കോല് ഞാൻ എടുത്തു. പട്ടികളെ അയച്ചു വിട്ടിട്ടുണ്ടോ? അവറ്റകളെ ഇന്ന് തുറന്നു വിട്ടിട്ടില്ല. നീ ഇവിടെ നിൽക്കണ്ട, അത്തേക്ക് കയറിപ്പോയിക്കോ. 3 മണിയാകുമ്പോ വന്ന് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിക്കോണം. എന്നിട്ട് രക്ഷപ്പെട്ട് നാളെ വീട്ടിലേക്ക് വന്നേക്ക്. സ്റ്റീഫൻ സാറിന്റെ കൂടെ ആ രാത്രി വന്നത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. പൂട്ട് തുറന്നു കൊടുത്ത കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ എവിടെയൊക്കെ പൂട്ട് തുറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചോളാം. അൻവർ സർ, ഒരു വലിയ പൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞു. യഥാർത്ഥ കൊലയാളി അന്ന് സ്റ്റീഫന്റെ കൂടെ വന്നവനാണ്. സ്റ്റീഫൻ അയാളുടെ ഒരു ഹെൽപ്പർ മാത്രം. കാളിയാറച്ചന്റെ കൊലപാതകത്തിന് ശേഷം സ്റ്റീഫന്റെ ബോസ് മാമച്ചാണ് സാർ. മാമച്ചന്റെ കൈയും നാവും ഒക്കെ ഇപ്പൊ സ്റ്റീഫനാണ് സാർ. അത് ഇപ്പോഴെന്നല്ല, മുമ്പ് അവൻ തന്നെ ആയിക്കൂടെ സർ? ഹലോ. യെസ് സർ. അത് ശരി, ഗുഡ് ന്യൂസ്. ഓക്കെ സർ, താങ്ക് യു. IGP മാമല മാമച്ചന് ഷെവലിയാർ പട്ടം കിട്ടിയിരിക്കുന്നു. ഗ്രിഗറി മാലാഖയുടെ പടത്തലവൻ, സത്യവിശ്വാസ സംരക്ഷകൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം സമാധാനം. ഹലോ, അതെ സ്റ്റീഫനാ. ആ കിട്ടുന്നില്ല. നിനക്ക് എന്നാ പറ്റിയടാ സ്റ്റീഫ? നിന്നെ അകത്തൊന്നും കണ്ടില്ലല്ലോ. അച്ഛായ അത് മോനെ, ഒരു കാര്യം നീ ഓർത്താൽ നന്ന്. ശേഷിയുള്ളവൻ അതിജീവിക്കും, അല്ലാത്തവനൊക്കെ ചത്തൊതുങ്ങും. ഒതുങ്ങിയിട്ട് പിന്നെ മനസ്താപിച്ചിട്ട് കാര്യമില്ല മോനെ. അച്ഛായ. എന്താടാ, കൈപ്പിഴ വല്ലതും പറ്റിയോ? ഇല്ല. പിന്നെന്താടാ? വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അത്രയുള്ള കാര്യം. അതിപ്പോ ഫോണിനോ ലൈനോ വല്ല ഏനക്കേടുമായിരിക്കും. ഞാനൊന്ന് വീട് വരെ പോയച്ചു, എളുപ്പം ഇങ്ങ് വരാം. ആ, നീ പോയിട്ട് ചടയെ നീങ്ങി വന്നേക്കണം. പൊന്നുമോനെ, അച്ചായന് ഹെൽപ്പിന് നീ മാത്രമേ ഉള്ളൂ കേട്ടോ, അറിയാവല്ലോ. അറിയാം. ആ, മോനീ വന്നേ. എടാ, നിന്നെ അച്ചായൻ അങ്ങ് വളർത്തും. മോനായിക്ക് പകരം ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് നിന്നെയാ. എടാ, TV കാരോട് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. TV ന്യൂസ് വരും, ഫ്ലാഷ് ന്യൂസ്. മോനെ സ്റ്റീപ്പച്ച, നാളെ നിന്റെ എന്റെയൊക്കെ ദിവസമാടാ. വിളിക്കേണ്ടവനെയൊക്കെ ഇതേ കുത്തി കൊണ്ട് വിളിയടാ. എന്റെ ചോരയ്ക്ക് നാവ് നീട്ടിരിക്കുന്ന ശത്രുക്കളെ വരെ നാളെ അവന്മാരൊക്കെ കാണട്ടെ മാമല മാമച്ചൻ ഷെവലിയാർ മാമച്ചനാകുന്നത്. എന്റെ കർത്താവേ, നീ എത്ര വലിയവനാകുന്നടാ. മാമച്ചോ, എന്തോ ഇങ്ങോട്ടൊന്ന് വന്നേ. അതേ വരുന്നു നിക്കേ.
ആരാ? കാർലോസോ? നീ എവിടുന്ന? രക്ഷപ്പെട്ടെന്നോ? ശരി, ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം. എനിക്കറിയാം നിന്റെ കരുത്തും കഴിവും. അച്ചായൻ നിന്നെ അവിശ്വസിച്ചപ്പോഴൊക്കെ ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് നീയെന്ന്. പറ, അറിയാതെങ്കിലും നിന്റെ നാവിൻ തുമ്പിന്ന് അച്ചായന്റെ പേര് വീണോ? പേരും നാളും മാത്രമല്ല, നിന്റെയും നിന്റെ ഇച്ചായന്റെയും ജാതകം വരെ ഈ കാർലോസ് വായിച്ചു തന്നു കഴിഞ്ഞു സ്റ്റീഫൻ. ജമാൽ, സ്റ്റീഫനെ വലതുകാലി വെപ്പിച്ച് അകത്തേക്ക് കയറ്റിയാൽ. വാമോനെ, നടക്കണം പന്നി. വാടാ. കൂട്ടത്തിലൊരുത്തനെ പോന്തേച്ച് നീ അങ്ങ് രക്ഷപ്പെടുവല്ലടാ. മനുഷ്യമാംസത്തിൽ പച്ചരിമ്പ് കീറുന്നതിന്റെ എരിവ് നീ അറിയണം. Thank you. God bless all of you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളും സ്വീകരിച്ച് പരിപാലിച്ചതിനുള്ള ചിഹ്നം നാം ഷെവലിയർ മാമച്ചനെ സന്തോഷപൂർവ്വം അണിയിച്ചിരിക്കുന്നു. ദി മെഡൽ ഓഫ് 7 ഗിഫ്റ്റ്. എന്റെ കർത്താവേ, ഈ നരകബാബയ്ക്ക് കുത്തിത്തരാൻ വേണ്ടിയിട്ട് ഇനിയും ഓരോ പട്ടങ്ങളും ബിരുദങ്ങളും നീ കരുതി വെച്ചിരിക്കാനുള്ളതെന്ന് ഓർക്കുമ്പോൾ എന്റെ മേലാകെ പൂക്കുന്നു. ഇനി മാമല മാമച്ചന് ചത്താലും മരിച്ചാലും സന്തോഷമേ ഉള്ളൂ കർത്താവേ, സത്യം. മരിക്കാൻ സമയമായിട്ടില്ല ഷെവലിയർ മാമച്ചന്. ഭൂമിയിൽ വിത്ത് വെച്ചവൻ തന്നെ വിളവ് കൊയ്യണം. അതാണ് ആകാശത്തിരിക്കുന്ന വലിയ വിധക്കാരൻ നമ്മെ പഠിപ്പിച്ചത്. അതെ. എന്നാ ഇനി അപ്പം വീഞ്ഞെടുത്ത് വാഴ്ത്തിയായിട്ട് തിരുമേനി. എന്നാ നമുക്ക് തുടങ്ങാം. വരട്ടെ. ഇനി ആരാ തിരുമേനി വരാനുള്ളത്? എത്തേണ്ടവൻ എത്തിയിട്ടില്ല. അതാരാണാവോ? Make it fast. Come on. തിരുമേനി,
ഈ പന്നി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയത്? വരുത്തിയത് നാമല്ല. പിന്നെ ഏതവനാ വരുത്തിയത്? അവനോട് ഞാൻ ചോദിക്കാം. അന്തിക്രിസ്തുവിന് വേണ്ടി ഒരു കാത്തിരിപ്പേ. DIG ഈശോ പണിക്കരെയല്ല നാം നമ്മുടെ അരമന വിരുന്നിന് ക്ഷണിച്ചത്. ചാക്കോ പണിക്കര മകനെയാണ്. ആ മനസ്സോടെയാണ് താനിവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ വിശ്വാസം തെറ്റിച്ചതിന്. ഈ അരമന വിരുന്നിന്റെ നടുവിലേക്ക് ഞാൻ കയറി വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസിലെ DIG ആയിട്ട് തന്നെയാണ്. വിതൗട്ട് യുവർ പെർമിഷൻ, സ്ട്രിക്ട്ലി ഓൺ ഡ്യൂട്ടി. സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി ഉയർത്തി ഷെവലിയർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട കേരള ഗാർഡൻസിലെ മാമല മാമച്ചന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇടിവണ്ടിയേറെ പോലീസിനെ മുറ്റത്തിറക്കിയിട്ട ഇവൻ എന്നെ അഭിനന്ദിക്കാൻ വന്നിരിക്കുന്നത്. എടാവേ, അന്നത്തെ ഇവിടെ ചോപ്പിക്കാനെ പുറപ്പാടെങ്കിൽ മാമല മാമച്ചൻ ആരാണെന്ന്. It's a miracle, miracle of God the Almighty. എന്റെ എല്ലാ അന്വേഷണങ്ങളുടെ അവസാനവും ഇദ്ദേഹത്തിന്റെ ഷെവലിയർ ലൈഫിന്റെ ആരംഭവും ഒരേ ദിവസം തന്നെ ആയത്, ഒരേ വേദി തന്നെ ആയത് തികച്ചും ദൈവനിശ്ചയമാണ് മാമച്ച. അന്വേഷണത്തിന്റെ അവസാന ദിവസം ഒന്ന് വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. കൊലയാളി ആരാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞു വന്ന സത്യം ആ വിശുദ്ധന് ഇപ്പൊ അറിഞ്ഞിരിക്കണം. എനിക്ക് വിശ്വസിക്കാവോ പണിക്കരെ? അങ്ങക്ക് എന്നെ വിശ്വാസമാണ്. എവിടെ എവിടെയുണ്ടവൻ? ഈ വിരുന്ന് മേശയ്ക്ക് മുന്നിൽ പ്രമാണിയായി ഉള്ളും പുറവും വേർതിരിപ്പുണ്ടവൻ. ഞങ്ങളും സഭയും ലോകവും ഒരുപോലെ അന്വേഷിച്ചു നടന്ന് സിസ്റ്റർ അമലയുടെ കൊലയാളി, രാജു നമശിവായത്തിന്റെ കൊലയാളി, സ്വന്തം തോളുരുമി നടന്ന് കാളിയറച്ചനദാ ഇങ്ങനെ മെഴുകുതിരികൾക്ക് പിന്നിലെ ചിത്രമാക്കി മാറ്റിയവൻ. ആരാണ് ആ മഹാഭാവി? മഹാഭാവി. ബ്രിങ് ഹിം. ഓക്കെ സാർ.